അഭിഭാഷകയെ മർദ്ദിച്ച കേസിൽ റിമാൻഡിലായ ബെയ്ലിൻ ദാസിന്റെ ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധി പറയും. വഞ്ചിയൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ബെയ്ലിനെ ഈ മാസം 30 വരെ റിമാൻഡ് ചെയ്തത്. ചൊവ്വാഴ്ചയാണ് സഹപ്രവർത്തകയായ അഭിഭാഷകയെ ബെയ്ലിൻ ദാസ് ക്രൂരമായി മർദ്ദിച്ചത്. വി അരുൺ വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ, ഇന്നലെ ഈ മാസം 30 വരത്തേക്ക് ബെയ്ലിൻ ദാസിനെ റിമാൻഡിൽ അയച്ചിരുന്നു കോടതി. ഇന്ന് ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ എന്ത് പ്രതീക്ഷിക്കണം നമ്മൾ? ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കും. ഇന്നലെ തന്നെ ബെയ്ലിൻ ദാസും അയാളുടെ അഭിഭാഷകനും പറഞ്ഞത് പ്രകോപനമുണ്ടാക്കിയത് ഷാമിലിയാണ്, മറ്റു വഴികളില്ലാതെ ഈ അടിക്കേണ്ടി വരികയായിരുന്നു, അല്ലെങ്കിൽ അത്തരമൊരു ആക്രമണം ഉണ്ടാവുകയായിരുന്നു. തന്നെ ക്രൂരമായി മർദ്ദിച്ചു ഷാമിലി, തന്റെ ചെവിയിലടിച്ചു, ചെവിയുടെ കേൾവി ശക്തിക്ക് കുറവ് വന്നു, ചെവിയിൽ ഇൻഫെക്ഷൻ ഉണ്ടായിട്ടുണ്ട്, കണ്ണട പൊട്ടിച്ചു. അങ്ങനെ വലിയ പ്രകോപനം ഷാമിലിയുടെ ഭാഗത്തുനിന്നുണ്ടായി. രണ്ട് വനിതാ അഭിഭാഷകർ തമ്മിലുള്ള തർക്കമാണ് തന്നെ കൂടി വലിച്ചെടുക്കുകയും തന്നെ ഈ രീതിയിൽ മർദ്ദിക്കുകയും ചെയ്തത്. താൻ ഇതിൽ നിരപരാധിയാണ്, ആ ഒരു നിമിഷത്ത് സംഭവിച്ചു പോയ അപകടമെന്ന തരത്തിലാണ് ഈ ബെയ്ലിൻ ദാസിന്റെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചത്. അതുകൊണ്ട് തന്നെ ജാമ്യം അനുവദിക്കണമെന്നായിരുന്നു ആവശ്യം. എന്നാൽ കോടതി ഇന്നലെ അത് തള്ളി. ജാമ്യ ഹർജി നാളെ പരിഗണിക്കാം എന്ന് പറയുകയായിരുന്നു. ആ ഹർജിയാണെന്ന് വരുന്നത്. ഒരുപക്ഷെ അയാൾക്ക് ജാമ്യം ലഭിച്ചേക്കും. വലിയ ശക്തമായ വാദമാണ് ഇയാൾക്ക് വേണ്ടി അഭിഭാഷകന്റെ ഭാഗത്തുണ്ടായത്. വലിയ സംരക്ഷണമാണ് പ്രതിക്ക് ഇപ്പോഴും അഭിഭാഷകർ നൽകുന്നത്. ഇരയായ അല്ലെങ്കിൽ മർദ്ദനമേറ്റ ഷാമിലിയേക്കാൾ കൂടുതൽ പരിഗണന ഒരു വലിയ വിഭാഗം അഭിഭാഷകർ ഇയാൾക്ക് നൽകുന്നുണ്ട്. ഏറ്റവും വൈരുദ്ധ്യമെന്ന് പറയേണ്ടത്, ഷാമിലിക്കൊപ്പം ആദ്യ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന കോൺഗ്രസ് സംഘടനയുടെ പ്രധാനപ്പെട്ട അഭിഭാഷകർ തന്നെയാണ് കഴിഞ്ഞ ദിവസം ഇയാളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നപ്പോഴും അറസ്റ്റ് ചെയ്ത് വഞ്ചിയൂർ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നപ്പോൾ അവിടെ ഇയാൾക്ക് പിന്തുണയുമായും എത്തിയത്. നിരവധി അഭിഭാഷകരാണ് കോടതിയിലും അതുപോലെ തന്നെ ഈ സ്റ്റേഷനിലും ബെയ്ലിൻ ദാസിനെ കാണാനും അയാളെ ആശ്വസിപ്പിക്കാനുമായി എത്തിയത്. വലിയൊരു പിന്തുണ ഈ വിഷയത്തിൽ ബെയ്ലിൻ ദാസിന് അഭിഭാഷക സമൂഹത്തിൽ ലഭിക്കുന്നത് കൂടി വൈരുദ്ധ്യമാണ്. തങ്ങൾക്കൊപ്പമുള്ള ഒരു പെൺകുട്ടിയെ, തങ്ങളുടെ സഹപ്രവർത്തകയെ ഈ രീതിയിൽ ക്രൂരമായി മർദ്ദിച്ചിട്ടും ആ പ്രതിക്ക് അഭിഭാഷകൻ എന്ന ഒറ്റ കാരണത്താൽ വലിയ സംരക്ഷണമാണ് ഈ വഞ്ചിയൂർ കോടതിയിൽ അഭിഭാഷക സമൂഹം നൽകുന്നത്.